ഹലോ ഗൈസ്, ഞാൻ ദേ എൻ്റെ വീട്ടിലുണ്ടായ ഒരു സാധനം കാണിക്കാവേ. വേറൊന്നുമല്ല, ഞാൻ വഴുതനങ്ങയാണെന്നും പറഞ്ഞു നട്ട് വെള്ളം ഒഴിച്ച് വലുതാക്കി എടുത്തൊരു സാധനത്തിൽ വഴുതനങ്ങയ്ക്ക് പകരം ചുണ്ടങ്ങ ഉണ്ടായി. അപ്പോൾ ചുണ്ടങ്ങ ഉണ്ടായപ്പോൾ ഓർത്ത് ചുണ്ടങ്ങ കറി വെക്കാലോ എന്ന് കരുതി അതിനെ മൊത്തത്തിൽ പറിച്ചെടുത്ത് ആകെ ഇത്ര കിട്ടിയുള്ളൂ. അതെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ കഴുകി ഓരോ കല്ലിലിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് വെള്ളത്തിലിട്ടിരിക്കുവാണേ. പല പ്രാവശ്യം വെള്ളത്തിലിട്ട് നമ്മളൊന്ന് വെള്ളം കഴുകി മാറ്റി 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 കൊടുക്കണം, അതിൻ്റെ ആ കട്ടും കയ്പും ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് അതിനെ വെള്ളത്തിലൊക്കെ ഇട്ടിക്കുക. പിന്നെ നമുക്കൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ്, കുറച്ച് ചെറിയ ജീരകം, ഒരു 5-6 ഉലുവ ഇത്രയും ഇട്ടത് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു കുറച്ച് തേങ്ങ ഒന്ന് ഇട്ട് ഇളക്കി ഒന്ന് കൊടുത്തേക്കണം. ആ തേങ്ങ ഇട്ട് ഇളക്കി കൊടുത്തെല്ലാം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 5-8 ചെറിയ ഉള്ളി, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു തക്കാളി അരിഞ്ഞതുണ്ട്, അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി എല്ലായിടത്തും ഒക്കെ ഒന്ന് പിടിച്ച് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ കൊണ്ട് മാറി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറാൻ വരുന്ന ഇളക്കുക. നമുക്ക് മല്ലിയും മുളകായിട്ടുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. എനിക്കിവിടെ അതില്ല, പൊടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ ചൂടാറാൻ മാറ്റി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയൊരു ഉണ്ട നമ്മുടെ വാളംപുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ചുണ്ടങ്ങ വെള്ളത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. ലാസ്റ്റ് ആ തെളിഞ്ഞ വെള്ളം വരണം, അതുവരെ നമ്മൾ വെള്ളം മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ചട്ടി വെച്ചിട്ട് ഒരു എണ്ണിപ്പെറുക്കി എടുക്കാവുന്ന രീതിയിലുള്ള ഒരു 5-6 ഉലുവ കഷ്ണം ഇട്ട് പൊട്ടിക്കുക. പിന്നെ കടുക് ഇട്ടുക. പിന്നെ നമ്മുടെ ഈ ചുണ്ടങ്ങ വാരിക്കോരി അതിനകത്തേക്ക് ഇടുക. ചുണ്ടങ്ങ ആ എണ്ണയിൽ കിടന്നൊന്നിങ്ങനെ ഒന്ന് മൂത്തൊക്കെ ഒന്ന് വന്ന് നല്ലൊരു അതിൻ്റെ ശരിക്കുമുള്ളൊരു പച്ച കളറൊക്കെ ഒന്ന് മാറി ഇങ്ങനെ വരും മൂത്തെല്ലാം കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണേ. ചെറിയ ഉള്ളി അരിഞ്ഞത്, എത്രത്തോളം ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാവോ അത്രയും ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. വഴറ്റിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തേക്കണം. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഈ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്നിങ്ങനെ വഴറ്റി വരാൻ എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ ഞാൻ ഒരു തക്കാളി അതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് അതിനെല്ലാം അവിടെ തട്ടിക്കൂട്ടി വെച്ചിട്ട് ഒരു പാത്രം എടുത്ത് മൂടി വെച്ചേക്കണേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ആ മൂടിപ്പാത്രം ഒന്ന് മാറ്റി കൊടുക്കുക, ഇളക്കുക. കാരണം ഇത് അടി പിടിക്കരുതല്ലോ. എണ്ണ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. കാരണം ആ എണ്ണയിൽ തന്നെ കിടന്ന് വേണം അത് ഒന്ന് വെന്ത് വരാനായിട്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ അരപ്പുണ്ടല്ലോ, ആ അരപ്പ് നന്നായിട്ട് അരയ്ക്കണം. നന്നായിട്ടെന്ന് വെച്ചാൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അവിടെ ഒന്ന് തിളക്കാൻ മാറ്റി വെച്ചേക്കണം. അത് ഇതുപോലെ അതിൻ്റെ പുളി നമ്മുടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ അങ്ങ് മൂടി വെച്ചേക്കുക. അത് ചെറുതീയിലിരുന്ന് അങ്ങനെ അങ്ങോട്ട് തിളക്കട്ടെ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, നമുക്കിവിടെ കുറച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ കറി മാത്രം പോരല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ ക്യാരറ്റൊക്കെ എടുത്തൊന്ന് തോരൻ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അയില ഉണ്ടായിരുന്നു, അതുമെല്ലാം ഞാൻ വെട്ടി തേച്ച് കഴുകി അതിൻ്റെ വാല് കഷ്ണം മാത്രം എടുത്ത് വറുക്കാനായിട്ട് അതും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റ് തോരനും ഉണ്ടാക്കി, അയിലയും വറുത്തു. നമ്മുടെ ഉച്ചയൂണിന് നമ്മുടെ നല്ല ചുണ്ടങ്ങ തീയലും പിന്നെ അയില വറുത്തതും ക്യാരറ്റ് തോരനും പിന്നെ എനിക്കുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാന്താരി അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്, അതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കാണിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. ഈ കാന്താരി അച്ചാറും പപ്പടവും ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഉച്ചയ്ക്ക് ഉള്ള ഊണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ടാറ്റ ബൈ ബൈ.